നമസ്കാരം, ഞാൻ പ്രസീത റോജിൻ. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് എൻ്റെ വീട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് എഗ് കബാബാണ്. ഒരു 2 മുട്ട ഉണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ പലഹാരം തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 2 മുട്ട 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പൊട്ടറ്റോ ഇതുപോലെ ചെറുതായിട്ട് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവോള, ഒരു വലിയ സവോള ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്ത് വെക്കണം. ഒരു ചോപ്പ് ചെയ്ത സവോള എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. പച്ചമുളക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. എരിവ് കൂടുതൽ വേണം എങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പൊരിക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ച് പാൻ ഒന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ. അതിനുശേഷം 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ഉണങ്ങിയ മുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പച്ചമുളക്, ഒരുപാട് എരിവ് വേണ്ടവർക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സവോള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരാനാണ്. കണ്ടോ, ഇതുപോലെ ഒരു ഗ്ലാസ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. പൊടികളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് സ്മാഷ് ചെയ്ത് എടുത്ത് വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അടുപ്പിനെയും ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇത് റോൾ ചെയ്തെടുക്കാം. ഇത് തണുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് തണുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് നടുക്ക് നമ്മുടെ എഗ്ഗ് ഫില്ല് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇത് ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കാം. കയ്യിൽ ഒട്ടുന്ന പരുവം വല്ലതും ആണെങ്കിൽ അല്പം ഓയിലൊന്ന് കയ്യിൽ പുരട്ടി എടുത്താൽ മതി. ഇതങ്ങനെ കുഴപ്പമൊന്നും വരുന്നില്ല. ആദ്യം നമുക്ക് ചെറിയ ചെറിയ ഇത്രയും വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റാം.
ഇത് റോള് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കുക. അതിനുശേഷം കയ്യിലോ അല്ലെങ്കിൽ കയ്യിൽ അല്പം ഓയിൽ പുരട്ടി കൊടുത്തിട്ട് കൈയുടെ വെള്ളയിൽ അല്പം ഓയിൽ പുരട്ടി കൊടുക്കുക. ഓരോ ഉരുളയും എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടത്തില്ല. കയ്യിലിങ്ങനെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഓരോ മുട്ടയും എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് ഒരു മുട്ട 4 കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എഗ് കബാബാണ്. അപ്പോൾ ഒരു കബാബിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇനി ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാ റോളും ഇതേപോലെ മുട്ട ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് എടുക്കാം. അടുത്തതും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കബാബ്സ് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. കടായി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കബാബ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കി ഒന്നെടുക്കാം. ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തതാണ്. ഇത് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു കബാബ് എടുത്തിട്ട് മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് റോൾ ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിലേക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതും അതേപോലെ തന്നെ ഒരു കബാബ് എടുത്തു. നമുക്കിതേപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, മുട്ട ഇഷ്ടമില്ല എന്നുള്ളെങ്കിൽ അഥവാ മുട്ട കുറവാണ് എങ്കിൽ അല്പം മൈദാപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ കുറച്ച് ഇതുപോലെ ലൂസായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിടാം. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. റവ ഉണ്ടെങ്കിൽ റവ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലും ഒന്ന് കോട്ട് ചെയ്തിടാം. ഇതൊക്കെ ഓരോ ടിപ്പാണ്. കബാബ് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി. ഇനി നമുക്ക് അടുത്തതും കൂടെ ഇതേ സൈഡിലേക്ക് ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഇട്ടത് 2 എണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. അടുത്തത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് കബാബ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും.